അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈദ് ട്രഷർ ഹണ്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ 4 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. പീസ് റേഡിയോ ഈദ് ട്രഷർ ഹണ്ടിൻ്റെ 4ാമത്തെ ചോദ്യത്തിലേക്ക്, നിധിവേട്ടയിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4th ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു 4ാമത്തെ ചോദ്യമായിട്ട് ഫാഹിം എൻ്റെ കൂടെ ഉണ്ട്. ഫാഹിം, ആ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നീങ്ങാം. യെസ്, ആ ചോദ്യം പെട്ടെന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലേ? അതെ. പക്ഷേ അതിന് മുമ്പായിട്ട് ഏതായാലും നമ്മുടെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 11 അവസാനിച്ചിരുന്നത് വിശ്വം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന സമ്മേളനമായിരുന്നു. വിദ്യാർത്ഥി മഹാസമ്മേളനമായിരുന്നു പെരിന്തൽമണ്ണ വെച്ച് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 5 ദിവസത്തെ ഒരു വൈജ്ഞാനിക പ്രദർശനം കൂടി നടത്തിയിരുന്നു അല്ലേ? ദി സൊല്യൂഷൻ എന്ന പേരിൽ പ്രശ്നങ്ങൾക്കുള്ള പ്രായോഗിക പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു നമ്മളൊരു വൈജ്ഞാനിക പ്രദർശനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതിലെ ഒരു ഏരിയ ആയിരുന്നു ഡിക്ടോക്സ് ജംഗ്ഷൻ. നമ്മുടെ അഡിക്ഷൻ കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുന്ന ഒരു വലിയ ഏരിയ തന്നെ നമ്മൾ സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പലരും രക്ഷിതാക്കളൊക്കെ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നതാണ്, മകനും മകളൊക്കെ എന്താണ് ഫോണിന് അഡിക്റ്റാണ് അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്റ്റുകളാണെന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഈ ഒരു തലമുറയെ സ്ക്രീനേജേഴ്സ് എന്നൊക്കെ ആ രീതിയിലൊക്കെ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും സമയം ഫോണിലും മറ്റൊക്കെ ആയിട്ട് പലപ്പോഴും അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇന്ന് എന്താണ് മൊബൈൽ ഫോൺ ത്രൂ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളും മറ്റൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഒരുപാട് രക്ഷിതാക്കളും മറ്റൊക്കെ ഒരു പ്രയാസമായിട്ട് അല്ലെങ്കിൽ ഈവൻ രക്ഷിതാക്കളടക്കം നേരിടുന്ന ഒരു പ്രയാസമാണ് ഈ ഒരു സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാരം നൽകുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ആ ഒരു പരിപാടി. ദി സൊല്യൂഷൻ എന്നുള്ള പ്രോഗ്രാം നിർവഹിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജമീൽ ആപ്പ് വഴി ഒരു പുതിയ ഒരു സെക്ഷൻ കൊണ്ടുവന്നിരുന്നു. എത്രത്തോളം നമ്മൾ സ്ക്രീൻ അഡിക്റ്റാണ്, നമ്മൾ സ്ക്രീൻ അഡിക്റ്റ് അല്ല എന്ന് പറഞ്ഞാലും നമുക്ക് പലപ്പോഴും അഡിക്റ്റ് എല്ലാം തോന്നിയിരിക്കും. പക്ഷേ നമ്മൾ എത്ര സ്ക്രീൻ അഡിക്റ്റാണ്, ആണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു ജമീൽ ആപ്പിലെ ഒരു സെക്ഷൻ വഴി നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മുടെ ഈ ഒരു 4ാമത്തെ ചോദ്യം, നിധിവേട്ടയിലെ 4ാമത്തെ ചോദ്യം. ആദ്യ പകുതി പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി കിട്ടാൻ പോകുന്നത്. ഓക്കെ, 4ാമത്തെ ആ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ജമീൽ ആപ്പ് ശ്രോതാക്കൾക്ക് അറിയും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ഇസ്ലാമിക് ലൈബ്രറി, എല്ലാ കാര്യങ്ങളും അല്ലേ, നമുക്ക് വായനയാവട്ടെ, ഓഡിയോസ് ആവട്ടെ, വീഡിയോസ്, പാട്ടുകൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ജമീൽ ആപ്പ് എന്നുള്ളത്. ജമീൽ ആപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് സ്റ്റോർ അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലൂടെ നിങ്ങൾക്ക് ജമീൽ ZAMEEL ഈ ഒരു പേര് കീവേഡ് നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ട് ജമീൽ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ജമീൽ ആപ്പിലെ ഒരു ഡീടോക്സ് ജംഗ്ഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു തിരിച്ചറിവിൻ്റെ കൂടി ഒരു അവസരമാണ് അല്ലേ? നമ്മുടെ എത്രത്തോളം നമ്മൾ സ്ക്രീൻ അഡിക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്നും കൂടി പുനരാലോചിക്കേണ്ട ഒരു അവസരമാണ്. അപ്പോൾ ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മൾ ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ജമീൽ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി, ആപ്പ് സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജമീൽ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിലെ ഡോക്യുമെൻറ്റ്സ് എന്ന സെക്ഷനിൽ പോയാൽ നമ്മൾ സൊല്യൂഷൻ എന്ന അടുത്തൊരു സെക്ഷൻ കാണാൻ സാധിക്കും. ആ സൊല്യൂഷനിൽ നമ്മൾ ഡിക്ടോക്സ് സ്ക്രീൻ ടെസ്റ്റ് എന്നൊരു സെക്ഷൻ വഴിയാണ് നമ്മളൊരു ഫോം ഫില്ല് ചെയ്യേണ്ടത്. എത്രത്തോളം നമ്മൾ സ്ക്രീൻ അഡിക്റ്റാണ് എന്ന് അതിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് എത്രയാണോ ഡിക്ടോക്സ് പോയിൻ്റ് അതിലൂടെ ലഭിച്ചത് എന്നതാണ് നമ്മളുടെ ട്രഷർ ഹണ്ടിലെ വിൻഡോ വഴി നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡീടോക്സ് കാര്യം ഇപ്പോൾ അവിടെ സൂചിപ്പിച്ച പോലെ ഡോക്യുമെൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങളുണ്ടാവും, അതിന് മറുപടികളൊക്കെ നൽകിയിട്ട് അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കോർ ഉണ്ടാവും. ആ സ്കോറാണ് നിങ്ങൾ ഈ ഒരു 4ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നൽകേണ്ടത്. ഉത്തരം നൽകേണ്ടത് നിങ്ങൾ പീസ് റേഡിയോ ട്രഷർ ഹണ്ട് വിൻഡോ ത്രൂ ആണ്. ഒരിക്കലും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ ഉത്തരം അയക്കരുത് എന്ന് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഈ ഒരു ജേണിയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഈ ഒരു നിധിവേട്ടയുടെ ഭാഗമാകാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിലെ ട്രഷർ ഹണ്ട് വിൻഡോ ത്രൂ ആണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ആ 4ാമത്തെ ക്വസ്റ്റ്യന് എന്താണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കോർ അത് മാത്രമാണ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നൽകേണ്ടത്. ആ ഒരു ആൻസർ നൽകുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലൂ, അടുത്തൊരു ക്ലൂ കൂടി ലഭിക്കും, അടുത്തൊരു താക്കോൽ കൂടി ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവസാന സമയത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ? ഇനിയൊരു വളരെ കുറച്ച് സമയം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ള, കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ ജമീൽ ആപ്പ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ജമീൽ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്യുക. ജമീൽ ആപ്പിലെ ഡോക്യുമെൻറ്റ്സ് എന്ന സെക്ഷനിൽ പോകുക. സെക്ഷനിൽ സൊല്യൂഷൻ എന്ന അടുത്തൊരു സെക്ഷൻ കാണും. അതിൽ ഡിക്ടോക്സ് സ്ക്രീൻ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിലൊരു പോയിന്റ് നമുക്ക് ലഭിക്കും. എത്രത്തോളം നമ്മൾ അഡിക്ഷൻ ആണ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ കൂടിയാണ്. നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഉത്തരമായിട്ട് നൽകേണ്ടത്. അത് നമ്മുടെ ട്രഷർ ഹണ്ട് വിൻഡോ വഴി, ഒരിക്കലും ഫീഡ്ബാക്ക് വഴി ആരും ചെയ്യരുതെന്ന് പിന്നെ അഭ്യർത്ഥിക്കുകയാണ്. പലരും ഫീഡ്ബാക്ക് വഴിയാണ് ഉത്തരം അയക്കുന്നത് എന്നറിയുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് വഴിയല്ല നമ്മുടെ
നമ്മുടെ ട്രഷർ ഹണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ പീസ് റേഡിയോയിലെ സ്പെഷ്യൽ വിൻഡോ ആയിട്ടുള്ള ട്രഷർ ഹണ്ട് വഴിയാണ്. നമ്മുടെ ഏറ്റവും താഴെ പീസ് റേഡിയോ വിൻഡോ ഓപ്പൺ ചെയ്താൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലാണ് ട്രഷർ ഹണ്ട് വിൻഡോ കാണാൻ സാധിക്കുക. അതുവഴി നമ്മുടെ ടിക്ടോക്സ് പോയിന്റ് എത്രയാണെന്ന് ഉത്തരം ടൈപ്പ് ചെയ്താൽ 4ാമത്തെ താക്കോൽ കൂടി ഈ നിധി വേട്ടയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ 4 ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നിധി വേട്ടയിലേക്ക് ഒരൊറ്റൊരു ചോദ്യവും ഒരു ക്ലൂ കൂടിയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. അത് കഴിഞ്ഞാൽ എന്താണ് നിധി എന്നുള്ള ഉത്തരങ്ങൾ നൽകാനുള്ളൊരു അവസരം നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പം ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ ഒരു സ്വയം വിചാരണക്ക് കൂടി നമ്മൾ അവസരം കണ്ടെത്തണം എന്ന് സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീൻ ടൈമുകൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, അത് പടച്ചവൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാനുള്ളൊരു അവസരം ഈ ഒരു ഈദ് ട്രഷർ ഹണ്ടിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.